ഹായ് ട്രേഡേഴ്സ്, ഗ്രീൻഹാർവെസ്റ്റ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽസ് ഫോം ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ, ഒരു ഇൻസൈഡ് ക്യാൻഡിൽസ് ആയിരുന്നു. ഇനി ഞാൻ ഒരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിൽ. ഇന്നലെയും ഫോം ചെയ്തത് അതുപോലെ തന്നെ ആയിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചെറിയ ക്യാൻഡിൽ ഫോം ചെയ്ത്, അത് മിനിഞ്ഞാന്ന് ഫോം ചെയ്തതിന് ഇന്നലെ ഇൻസൈഡ് ക്യാൻഡിൽ ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നും അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ്. മാർക്കറ്റ് സെല്ലിങ്ങിന് വരികയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, ഒരു കണ്ടിന്യൂറ്റി സ്പീഡായിരിക്കും. കഴിഞ്ഞ ക്യാൻഡിൽസ് നോക്കിയാൽ മതി, മാർക്കറ്റിൽ സെല്ലിംഗ് മാർക്കറ്റ് ആണെങ്കിൽ വളരെ സ്പീഡായിട്ടാണ് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സെല്ലിംഗ് പ്രശ്നം തീർന്നോ ഇല്ല എന്നുള്ളത് ആദ്യം നോക്കാം. നിഫ്റ്റി ബാങ്കിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. നിഫ്റ്റി 50 25,000 മുകളിൽ, അല്ലെങ്കിൽ 25,010 എന്നുള്ള ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്നുള്ളൂ നമ്മൾ മുകളിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ കൺസോളിഡേഷൻ ഒരു 2-3 ദിവസം ഉണ്ടായിരിക്കും എന്നുള്ള ലെവലിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ കേസിൽ ഒരു റൗണ്ട് ലെവല് സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും താഴെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് 25,000 മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹയർ ഹൈസോ അതല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് മാർക്കറ്റ് പതുക്കെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് മുമ്പത്തെ സിംഹൈ എവിടുന്നാണോ ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രസക്തി. ഇപ്പൊ നമുക്കുള്ളത് 24,979 എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്തുള്ളത്, മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 25,010 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു 25,050 60 80 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പുൾ ബാക്കിന് ശേഷം കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല 25,160 അല്ലെങ്കിൽ 25,200 എന്നുള്ള ലെവലിലൊക്കെ വലിയ ഗ്യാപ്പുകൾ ആണെങ്കിൽ മാർക്കറ്റിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് സെല്ലിംഗ് ആയിരിക്കും. കാരണം 25,200 ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഒരു സെൽ ഓഫ് വന്നതിന് ശേഷം ഒരു യു ടേൺ എടുത്ത് മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് 25,000 മുകളിൽ 25, 40, 25, 50, 60 എവിടെ ആയിക്കോട്ടെ മാർക്കറ്റ് ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് ആയിട്ട്, അതായത് 24,920 അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ട്രേഡിന്റെ അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റ് പോകുമെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഞാൻ നിഫ്റ്റിയുടെ കേസിൽ ഒരു ബിയറിഷ് അല്ല എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ കേസിൽ ഞാൻ ഇപ്പോഴും ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്ത്, ഒരു ട്രെൻഡ് ലൈനൊക്കെ ഫോം ചെയ്ത് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈന് മുകളിൽ വന്നാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഓപ്പണിങ്ങിനെ 51,878 അല്ലെങ്കിൽ 51,900 എന്നുള്ള ലെവലിലാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻട്രികൾ പ്ലാൻ ചെയ്യും. എൻട്രി പ്ലാൻ ചെയ്തത് 51,955 മുകളിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ കോൾ സൈഡിലേക്കുള്ള എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ 51,268 താഴെ വന്നാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പുട്ട് സൈഡിലേക്കുള്ള ട്രേഡുകളും നിഫ്റ്റി ബാങ്കിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് നാളെ നിഫ്റ്റി 50യുടെ എക്സ്പയറി ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അവിടെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 25,010 മുകളിൽ പോവുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് തൊട്ട് താഴെ ഒരു നമ്മുടെ റിവേഴ്സൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹാൻഡിങ്ങിന് ഏരിയ എവിടെയാണോ വരുന്നത് അതും കൂടെ ഒഴിവാക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് കോൾ സൈഡിലേക്ക് നിഫ്റ്റി 50 പറയാനുള്ളത്. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയെങ്കിലും ഒരു ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.